ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തതാണ്. സരയു പറയാണ് ഷാരിയോട്, മറ്റന്നാളാ അയലത്തെ വീട്ടിലെ ആ വൃത്തികെട്ട കൊച്ചിൻ്റെ ബർത്ത്ഡേ, കല്ലുവിൻ്റെ. അന്ന് തന്നെ നമുക്ക് 28 കെട്ട് നടത്തണം. അപ്പോൾ ഷാരി പറയാണ്, അതെങ്ങനെ ശരിയാവും മോളെ, മോളുടെ കുഞ്ഞിന് അന്നേക്ക് 27 ആകുന്നല്ലേ ഉള്ളൂ. 28 കെട്ട് 27 നടത്തിയാൽ എന്താ കുഴപ്പം? അവിടെ ഫംഗ്ഷൻ നടക്കുമ്പോൾ ഇവിടെയും ഫംഗ്ഷൻ നടക്കണം. ആരി തളർന്ന നിലയിൽ പറയാണ്, മോളെ അങ്ങനെയുള്ള മത്സരങ്ങളൊന്നും ഇനി വേണ്ട. ആൻറ്റി ഇപ്പോൾ അവരെയൊക്കെ സ്നേഹിക്കുന്നത് അഭിനയമാണെന്നാണ് ആൻറ്റി പറയുന്നത്. അത് അഭിനയമാണോ അല്ലയോ എന്നെനിക്കറിയണം. ഇവിടെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് നടക്കുമ്പോൾ അവരിവിടെയാണ് വേണ്ടത്. അതിനു വേണ്ടി തന്നെയാണ് 2 ഫംഗ്ഷനും ഒരുമിച്ച് നടക്കണം എന്ന് ഞാൻ പറയുന്നത്. മോളെ അവരോട് മത്സരിച്ചാൽ നമുക്ക് ജയമൊന്നും ഉണ്ടാകത്തില്ല. എപ്പോഴായാലും തോൽവിയേ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ എപ്പോഴും തോറ്റു കൊടുത്താൽ ആർക്കും ജയിക്കാനൊന്നും പറ്റത്തില്ല. ആദ്യം നമുക്കൊരാത്മവിശ്വാസം വേണം, എങ്കിലേ ജയം നമുക്കൊപ്പം നിൽക്കൂ. എന്തായാലും എൻ്റെ കുഞ്ഞിൻ്റെ 28 കെട്ട് 27 തന്നെയാണ്. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോഴേക്കും ബഗാസുരൻ്റെ മുറിവൊക്കെ വെച്ച് കെട്ടിയിട്ട് മനു കൂട്ടിക്കൊണ്ടുവരുവാണ്. ഒരു ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നില്ല. ഇതാ വരുന്നുണ്ട് സരയു പറയാം. വണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ മനു പറയാണ് ബഗാസുരനോട്, ഇനിയും തല്ലുകൂടിയിട്ട് തല പൊട്ടിക്കണ്ട. അപ്പോൾ ബഗാസുരൻ പറയാണ്, ഈ മുറിവൊക്കെ പെട്ടെന്ന് ഉണങ്ങും, പക്ഷേ നീ മനസ്സിന് തന്ന മുറിവുണ്ടല്ലോ, അത്ര പെട്ടെന്നൊന്നും പൊറുക്കത്തില്ല. ആജകടിക്കാതെ അങ്ങോട്ട് നടക്കണോ. സരയു ചോദിക്കുക, ഇപ്പം എങ്ങനെയുണ്ട്? 4-5 കുത്തിക്കെട്ടുണ്ട്, റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരിക്കുക. അപ്പോൾ സരയു പറയാണ്, അച്ഛനും അമ്മയും ഇനി 2 മുറിയിൽ കിടന്നാൽ മതി. നിങ്ങൾ ഒന്നിച്ച് കിടന്നാൽ രാവിലെ ജീവനോടെ കാണാൻ പറ്റുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. അപ്പോൾ ബഗാസുരൻ പറയാണ്, ഇവളെന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, അല്ലെങ്കിൽ തന്നെ ഞാനിപ്പോൾ മരിച്ച് ജീവിക്കുക. ഓളൂ അച്ഛനെ കൊണ്ടുപോയി കിടത്ത്. അച്ഛൻ വാ. അപ്പോൾ മനു പറയാണ്, എന്നോടുള്ള ദേഷ്യം ഭർത്താവിനോട് തീർത്താണല്ലേ? അതേടോ, എനിക്ക് ആരുടെയെങ്കിലും ദേഷ്യം തീർക്കണ്ടേ? ദേഷ്യം തീർക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ആ ദേഷ്യത്തിനിടയിലെ സത്യം സരയുവിനോട് വിളമ്പണ്ട. ഇപ്പം തന്നെ നിങ്ങളുടെ ഭർത്താവിന് സംശയമുണ്ട്, നിങ്ങൾ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞോന്ന്. അതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതെന്ന്. ഇതുവരെ നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോട്ടെ, അറിഞ്ഞതൊക്കെ മൂടി വെക്കണം എല്ലാവരുടെയും മുന്നിൽ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും തലമണ്ട അടിച്ചു പൊട്ടിക്കുന്നത് പിന്നെ മോളായിരിക്കും എന്ന് മാത്രമല്ല, അത് ചിലപ്പോൾ ചെയ്തതിന് ശേഷം അവൾ തന്നെ അവളുടെ തലയും തല്ലിപ്പൊളിച്ചെന്ന് വരും. അതിനുള്ള സാഹചര്യം ഒരുക്കാത്തത് നല്ലത്. ഇതുപോലുള്ള കളികൾ ഒരുപാട് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കിതൊന്നും വലിയ പുത്തിരിയൊന്നുമല്ല. എന്ന് വെച്ചാൽ അതിബുദ്ധി എവിടെയും കാണിക്കരുത് എന്നർത്ഥം. അത്രയും പറഞ്ഞ് മനു അവിടെ നിന്നും പോയി. പിന്നെ കിരണും കല്യാണിയും ബെഡ്ഷീറ്റൊക്കെ മാറ്റി പിരിക്കുകയാണ്. അപ്പോൾ കിരൺ കല്യാണിയോട് പറയാണ്, മറ്റന്നാളാണ് കല്ലുവിൻ്റെ ബർത്ത്ഡേ, അതിൻ്റെ കൂടെ തന്നെ സരയുവിൻ്റെ കുഞ്ഞിൻ്റെ മിന്നുകെട്ടും ഉണ്ട്. അമ്മയ്ക്ക് ഇവിടെ വന്നിട്ട് അങ്ങോട്ട് പോയാൽ മതിയല്ലോ. അപ്പോൾ കിരൺ പറയാണ്, അമ്മയ്ക്ക് അങ്ങോട്ട് പോകാനൊന്നും താല്പര്യമില്ല. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പൂർണ്ണമായിട്ടും അവരെ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കാർത്തിക ചേച്ചി അവിടെ ഒരു നാടകം കളിക്കുന്നു, നമ്മൾ ഇവിടെയും. വെള്ളങ്ങളും പറഞ്ഞ് നമ്മൾ ശീലിച്ചിട്ടില്ലല്ലോ കല്യാണി. ഇതെല്ലാം ഒന്ന് അവസാനിപ്പിക്കണം. എന്നിട്ട് നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നല്ല രീതിയിൽ ഒന്നിച്ച് എല്ലാവരും ജീവിക്കണം. നന്മയും സ്നേഹവും അരികിലുള്ളവർ അടുത്തുണ്ടെങ്കിൽ ആ ജീവിതത്തിന് ഒരു നല്ല സുഖം. അങ്ങനെ ഒരു ജീവിതം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എൻ്റെ അച്ഛനാണ്. കിരൺ പറയാം, എത്ര കാലം ഒറ്റപ്പെട്ട് കഴിഞ്ഞതാ. അമ്മയെയും മക്കളെയും തിരിച്ചു കിട്ടിയപ്പോൾ അച്ഛന് ആയുസ് കൂടിയെന്ന് അച്ഛൻ പറയുന്നത്. അതിനേക്കാൾ ഞങ്ങളെക്കാൾ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത് നിന്നെ പോലുള്ളൊരു മരുമകളുടെ കൂട്ടും അച്ഛൻ്റെ ഒപ്പം ഉണ്ടല്ലോ. കിരണേട്ടൻ്റെ അങ്കിളിനി മാറുമെന്ന് ഉറപ്പില്ല, പക്ഷേ സത്യങ്ങളൊക്കെ അറിയുമ്പോൾ സരയുവിന് മാറ്റം ഉണ്ടാവുമോ? ഇത്രയും നാൾ അവളെ അറിഞ്ഞത് വെച്ച് പറയാം. അറിയേണ്ടതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ അപകടകാരിയാവാനാണ് സാധ്യത. അവൾ പിന്നെ നിൻ്റെ സൗഭാഗ്യങ്ങൾ റാഞ്ചി എടുത്തു കൊണ്ടുപോകാൻ നോക്കും. അവൾ അങ്ങനെയുള്ളൊരു പ്രകൃതക്കാരിയാണ്. അതുകൊണ്ട് അവൾ നന്നാവുന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. പിന്നെ ഷാരി പുറത്ത് കസേരയൊക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ പോയിട്ട് മനു വിളിക്കുകയാണ്, അമ്മായിയമ്മേ, എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? മുരുകെട്ട് വരിക, നല്ലൊരു അരഞ്ഞാണം വേണം, അതുപോലെ കുഞ്ഞിനിടാൻ കട്ടിക്കൊരു മാലയും വേണം. അതൊന്ന് പറഞ്ഞാൽ മതി, കുഞ്ഞിൻ്റെ ഒറിജിനൽ മുത്തശ്ശി എല്ലാം വാങ്ങിക്കൊണ്ട് വരും. പിന്നെ പറയാൻ പറ്റാത്ത സ്ഥിതിക്ക് കുഞ്ഞിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് മുത്തശ്ശി എല്ലാം വാങ്ങിത്തരണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഷാരി ചോദിക്കുകയാണ്, ഞാനോ? അല്ലാതെ പിന്നെ ആരാ? ഇത് വാങ്ങിച്ചിട്ട് എൻ്റെ കയ്യിൽ തരണം.
ഞാനാണ് വാങ്ങിയതെന്ന് പറഞ്ഞ് കുഞ്ഞിനെ അതൊക്കെ അണിയിച്ചു കൊടുക്കുകയും വേണം. മനു ചിരിക്കുകയാണ്. അപ്പോൾ ഷാരി പറയാണ്, നീ എന്തൊരു ദുഷ്ടനാടാ. ഈ ദുഷ്ടൻ ഇനി അധിക നാളൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഇന്നല്ലെങ്കിൽ നാളെ പോവും. അതുകൊണ്ട് കരാർ പ്രകാരമുള്ള തുക എൻ്റെ അമ്മായിയച്ഛൻ എനിക്ക് തരണം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് സംഭവിക്കും. സരയു അയാളുടെ മകളാ, നിങ്ങളുടെ മകളല്ല. സരയുമായി വഴിവിട്ട ബന്ധത്തിലുള്ള മോളാണ് സരയു എന്ന് നിങ്ങളുടെ മോള് അറിയും. അപ്പോൾ ഷാരി പറയാണ്, നിന്നെപ്പോലുള്ളവരെയൊക്കെ ജീവനോടെ കത്തിച്ച് കരിച്ചു കളയാണ് വേണ്ടത്. ഒരിക്കൽ താര എന്ന സ്ത്രീയെ അങ്ങനെ കത്തിച്ച് കളഞ്ഞതാ നിങ്ങളുടെ ഭർത്താവ്. അതിനുശേഷം അയാൾ സ്വന്തം പെങ്ങളെയും അളിയനെയും തിരിച്ചു. അങ്ങനെ വർഷങ്ങളോളം അവർ പിരിഞ്ഞിരുന്നു. ഇപ്പോഴും അവർ തമ്മിലുള്ള അടുപ്പം അഭിനയമാണെന്നാണ് നിങ്ങളുടെ ഭർത്താവ് പറയുന്നത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഇത്തരം സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മകളുടെ മുന്നിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ആത്മഹത്യ. ഞാനൊരു തരികിടയാണെന്ന് അറിയുമ്പോൾ തന്നെ അവളുടെ ഹൃദയം നിന്നു പോകും. അതുകൊണ്ട് എന്നെങ്കിലും ഒരു ദിവസം എന്നെ കാണാനില്ലെന്ന് അവൾ അറിഞ്ഞോട്ടെ. അതിൻ്റെ കൂടെ അവളുടെ ഭർത്താവിന് എണ്ണിയാലൊടുങ്ങാത്ത ഭാര്യമാരുണ്ടെന്ന് അവൾ അറിയണ്ട. അപ്പോൾ ലോക്കറിനകത്ത് സ്വർണ്ണമൊക്കെ ഉണ്ടല്ലോ, പിന്നെ കയ്യിലും കാലിലും കഴുത്തിലും ഒക്കെ ഉണ്ടല്ലോ. അകത്തിട്ട് മാത്രം തികയുന്ന ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ശരീരം അത്. അതിനകത്തിടാൻ പറ്റുന്ന സ്വർണം പോരട്ടെ. തരാടാ തരാം. നീ അതും കൊണ്ടുപോയി വീണ്ടും എൻ്റെ മോളുടെ മുന്നിൽ മാന്യനായിട്ട് അഭിനയിക്ക്. അവളുടെ സ്നേഹം പിടിച്ചു പറ്റി. ഷാരി, നിങ്ങളുടെ മകൾക്കൊരു ഭാഗ്യമുണ്ട്. ഇന്ന് വരെ ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഞാൻ എവിടെയും പിടിച്ചു നിന്നിട്ടില്ല. കിട്ടാനുള്ളതൊക്കെ കിട്ടിയെങ്കിൽ ഞാൻ എന്നേ മുങ്ങിയനെ. ഇനി കുറച്ച് നാൾ കൂടി ഇവിടെ നിൽക്കേണ്ടി വരും. അത് കഴിയുമ്പോൾ ടിക്കറ്റ് ശരിയായെന്ന് പറഞ്ഞ് ഞാനൊരു പോക്കങ്ങ് പോവും അമേരിക്കയ്ക്ക്. സരയുമില്ലാതെ അവളെ വിശ്വസിപ്പിച്ചുകൊണ്ട് ഒരു മുങ്ങൽ. പിന്നെ ഞാനിങ്ങോട്ട് വരില്ല. പിന്നെ വിളിച്ചാലും കിട്ടത്തില്ല. അത് കഴിഞ്ഞാൽ പിന്നെ പുതിയ നമ്പറുകളും പുതിയ ഫോൺ നമ്പറും പിന്നെ എൻ്റെ കയ്യിലുണ്ടാവും. അപ്പോൾ നല്ല ജ്വല്ലറി പോയി നല്ല സ്വർണം തന്നെ വാങ്ങണം. നാളെ രാവിലെ തന്നെ വാങ്ങണം. സർപ്രൈസായിട്ട് വേണം എനിക്കത് സരുവിനെ കാണിക്കാൻ. അല്ല മദറില്ലോ, നാളെ എൻ്റെ ആക്ച്വൽ അമ്മ വരുമോ? കുഞ്ഞിൻ്റെ യഥാർത്ഥ മുത്തശ്ശിയല്ലേ, അവർ വരുവാണെങ്കിൽ കുഞ്ഞിൻ്റെ മോന്ത കാണിച്ചിട്ട് അങ്ങ് വിട്ടേക്ക്. ഗുഡ് നൈറ്റ് പറയുന്നില്ല. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറക്കം വരുന്നവരോടല്ലേ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. സരയു സ്വന്തം മകളല്ല എന്നറിഞ്ഞപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടതല്ലേ നിങ്ങൾക്ക്? ഇപ്പോൾ തീരെ ഉറങ്ങാൻ പറ്റാതായി. മനു പോയി സരയുവിൻ്റെ അടുത്ത്. അപ്പോൾ സരയു ഡ്രസ്സൊക്കെ മടക്കി വെക്കുകയാണ്. അപ്പോൾ സരയു തിരിഞ്ഞിട്ട് പറയാണ്, അതേ, നമ്മുടെ കുഞ്ഞിൻ്റെ മിന്നുകെട്ട് മറ്റന്നാളാ. മറ്റന്നാളോ? അതിൻ്റെ അടുത്ത ദിവസമല്ലേ നൂലുകെട്ട്? പിന്നെ അയലത്തെ വീട്ടിലെ ആ കലുച്ച ചെറുക്കൻ്റെ ബർത്ത്ഡേ മറ്റന്നാളാ. അപ്പോൾ അന്നത്തെ ദിവസം നമ്മുടെ വീട്ടിലും ആഘോഷം നടക്കണം. അതല്ലേ നല്ലത്. എന്തിനാ മോളൂ ചടങ്ങുകളൊക്കെ ഇങ്ങനെ തെറ്റിക്കുന്നത്? ഇത്തവണത്തെ 28 കെട്ട് നമ്മൾ 27 അത്രയേ ഉള്ളൂ. ഈ കോമ്പറ്റീഷൻ നല്ലതല്ലെന്ന് ഞാൻ പലതവണ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി എൻ്റെ അച്ഛനും അമ്മയും പറയുന്നത് പോലെ തന്നെ ഇനി എൻ്റെ മനുവട്ടനും പറയല്ലേ. എൻ്റെ കുഞ്ഞിൻ്റെ 28 കെട്ട് മറ്റന്നാൾ തന്നെ നടത്തണം. എൻ്റെ ആൻറ്റി ഒരു കാരണവശാലും അപ്പുറത്തെ വീട്ടിലേക്ക് പോകാൻ പാടില്ല. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവണം. ഇതേ മോളുകൊണ്ട് ആൻറ്റിയെ കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. എനിക്കും ഇപ്പോൾ അവരെ വലിയ വിശ്വാസമൊന്നുമില്ല. എന്നാലും ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിടുമ്പോൾ അവർ ആരുടെ കൂടെ നിൽക്കും എന്നറിയണമല്ലോ. അവിടെ അടിച്ചു പൊളിക്കുമ്പോൾ നമുക്കും ഇവിടെ നന്നായിട്ട് അടിച്ചു പൊളിക്കാം. നാളെ തന്നെ മോൾക്ക് വേണ്ടുന്ന അരഞ്ഞാണോ കാൽത്തളയോ ഒക്കെ വാങ്ങണം. എൻ്റെ ഒരുപാട് സ്വർണ്ണം ലോക്കറിലിരിക്കുക. അടുത്ത് നമുക്ക് മാറ്റി വാങ്ങിക്കാം മനേട്ടാ. അതൊക്കെ നമുക്ക് അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് വിറ്റ് ഡോളറാക്കാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഡോളറിൻ്റെ കളിയാ. അതെന്ത് വേണമെങ്കിലും മനോട്ടം ചെയ്തോ. എപ്പോഴാണെന്ന് വെച്ചാൽ എടുത്തു തരാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ രണ്ട് വീട്ടുകാരും ഫംഗ്ഷനിലുള്ള ആഭരണങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടാണുള്ളത്. രൂപയും ചന്ദ്രസേനും പോയിട്ടുണ്ട്. അപ്പോൾ തന്നെ ആ സമയത്ത് തന്നെ ഷാരിയും അവിടെ എത്തുകയാണ്. അപ്പോൾ ഷാരി മാറിപ്പോവാണ് അവരെ കണ്ടിട്ട്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, എന്താ മേഡം മാറിപ്പോകുന്നേ? അല്ല എന്ന് പറയുമ്പോഴത്തേക്കും അവർ രണ്ടുപേരും കണ്ടു, ചന്ദ്രസേനും രൂപയും. ആരേ ഇത്, ഏട്ടത്തിയോ? വന്നിട്ടങ്ങ് പോവുകയാണോ? ഞാനേ കൊച്ചുമോൾക്ക് കുറച്ച് സ്വർണ്ണം എടുക്കാനായിട്ട്. സ്വർണം വാങ്ങാൻ എല്ലാവരും ഇങ്ങോട്ടാണ് വരുന്നത്. ഞങ്ങളും കൊച്ചുമോന് സ്വർണം വാങ്ങാനാണ് വന്നത്. പിന്നെ ഷാരി അവിടെ ജ്വല്ലറിയുള്ള സ്റ്റാഫിൻ്റെ അടുത്ത് പറയാണ്, എനിക്ക് ഒരു 28 ദിവസമെത്തിയ കുഞ്ഞിൻ്റെ കാൽത്തളയോ അരഞ്ഞാണോ കഴുത്തിലെയോ ഒക്കെ വേണം. ഓക്കെ മേഡം, ഇങ്ങോട്ടിരിക്കാം പ്ലീസ്. പിന്നെ രൂപ പറയാണ് അവരോടത്, ഇത് കഴിഞ്ഞിട്ട് എനിക്കും ആ പറഞ്ഞ കുഞ്ഞിൻ്റെ അതേ പ്രായത്തിലുള്ള കുട്ടിക്ക് കാൽത്തളയോ അരഞ്ഞാണോ ഒക്കെ വേണം. കുറച്ച് പഴയത് തരാനുണ്ടായിരുന്നു. ഇതെത്ര ഉണ്ടെന്ന് നോക്കിയേ.
സാരി പഴയതൊക്കെ കൊടുക്കുന്നത് ചന്ദ്രസേനനും രൂപയും ശ്രദ്ധിക്കുന്നുണ്ട്. 4.5 പവനുണ്ട്. അപ്പോൾ ബാക്കി വേണ്ടി വരുവാണെങ്കിൽ കുറച്ച് കമ്മലിരിപ്പുണ്ട്. ചന്ദ്രസേനൻ രൂപയോട് പറയാണ് ലോക്കറിലിരിക്കുന്ന സ്വർണ്ണങ്ങളൊക്കെ വിറ്റുകൊണ്ടിരിക്കുക, ഓരോരോ ഗതികേട്. ഷാരി അങ്ങനെ കയ്യിലുള്ള സ്വർണ്ണങ്ങളെല്ലാം വിറ്റിട്ട് വേറെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഷാരി മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്നിട്ടും അവൾ വാങ്ങണ്ട, ഞാൻ വാങ്ങാമെന്ന് പറയുന്നില്ലല്ലോ എന്ന്. അവളുടെ ഭർത്താവിനൊപ്പം സന്തോഷത്തോടെ സ്വർണം വാങ്ങാൻ വേണ്ടി വന്നതല്ലേ. രണ്ടും തമ്മിൽ സ്നേഹമാണെന്ന് ആരോടും പറയാനും പറ്റത്തില്ലല്ലോ. ഞാൻ അവൾ സരീവിനോട് സത്യങ്ങളെല്ലാം പറയും. ശരിക്കും ഇപ്പോൾ ഗതികളിലായിപ്പോയത് ഞാനാ. പിന്നെ രൂപയോട് ചന്ദ്രസേനൻ പറയാണ്, എടോ മാന്യമായിട്ട് തന്നോടൊപ്പം നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം മാന്യമായിട്ട് തന്നെ ജീവിക്കാമായിരുന്നല്ലോ. ചന്ദ്രേട്ടനെ കുറേ കൊന്നു കൊലവിളിച്ചതല്ലേ, അനുഭവിക്കട്ടെ. ഇപ്പോൾ സ്വർണം വാങ്ങുന്നത് സ്വന്തം കൊച്ചുമോൾക്കല്ല, താരയുടെ കൊച്ചുമോൾക്കാ. താരയുടെ ഭാഗത്തുനിന്ന് സമ്മാനങ്ങളുണ്ടാവും, അവൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചന്ദ്രസേനൻ വലിയൊരു നെക്ലേസ് എടുക്കുകയാണ്. അപ്പോൾ രൂപ ചോദിക്കുകയാണ്, ഇതാരിക്കാ പിന്നെ മോനിക്ക് കൊടുക്കാനാണോ അതോ മോൻ്റെ അമ്മയ്ക്ക് കൊടുക്കാനാണോ? അല്ല, മോൻ്റെ അമ്മൂമ്മയ്ക്ക് കൊടുക്കാനുള്ളതാ. പിന്നെ കാണിക്കുന്നത് മനുവിനെയാണ്. മനു സ്വർണവുമായിട്ട് വരുന്ന ഷാരിയെ കാത്തു നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും see you all.